ചെയർമാനും അംഗങ്ങൾക്കും 1.5 ലക്ഷത്തിന്റെ ശമ്പള വർധന നൽകിയതിന് പിന്നാലെ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് വീണ്ടും കൈനിറയ ആനുകൂല്യം. ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം 30,000 രൂപ വരെ വർദ്ധിപ്പിച്ചു. ഡൽഹിയിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന്റെ വാർഷിക യാത്രാബദ്ധ 5-ൽ നിന്നും 11.31 ലക്ഷമായി ഉയർത്താൻ ശുപാർശ. ആശാകിരണം, കാരുണ്യ ചികിത്സാ സഹായം തുടങ്ങി പാവപ്പെട്ടവരുടെ നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് കുടിശ്ശികയുള്ളപ്പോഴാണിത്. പ്ലീഡർമാരുടെ ശമ്പള വർധനയ്ക്ക് 2022 ജനുവരി മുതൽ മുൻകാല പ്രാബല്യമുണ്ട്. 17% വർധനയ്ക്കായിരുന്നു ധനവകുപ്പ് നിർദ്ദേശമെങ്കിലും മന്ത്രിസഭാ യോഗം 25%ആക്കി. സംസ്ഥാനത്ത് 3 വിഭാഗങ്ങളിലായി ആകെയുള്ളത് 133 ഗവൺമെന്റ് പ്ലീഡർമാരാണ്. 22 സ്പെഷ്യൽ പ്ലീഡർമാരുടെ ശമ്പളം 1.20-ൽ നിന്ന് 1.50 ലക്ഷമാക്കി. 54 സീനിയർ പ്ലീഡർമാരുടേത് 1.10-ൽ നിന്നും 1.40 ലക്ഷവും 57 പ്ലീഡർമാരുടെ ശമ്പളം 1 ലക്ഷത്തിൽ നിന്നും 1.25 ലക്ഷമാക്കി. കോടതി ജീവനക്കാരുടെ ക്ഷാമബദ്ധയ്ക്ക് ആനുപാതികമായി പ്ലീഡർമാരുടെ ശമ്പളം ഉയർത്തണമെന്ന ആവശ്യം പരിഗണിച്ചാണിത്. KV തോമസിന്റെ വാർഷിക യാത്രാബദ്ധയ്ക്കായി 2025-26 ബഡ്ജറ്റിൽ വകയിരുത്തിയ 5 ലക്ഷം ഇരട്ടിയിലധികമാക്കണമെന്നാണ് പൊതുഭരണ പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ശുപാർശ. ഇനി തീരുമാനമെടുക്കേണ്ടത് ധനവകുപ്പാണ്. യാത്രാബദ്ധയ്ക്ക് 6.31 ലക്ഷം അധികം ചെലവുണ്ടാകുന്നുണ്ടെന്ന് കാട്ടിയാണിത്. തോമസിന് 1 ലക്ഷം രൂപ ഓണറേറിയം നൽകുന്നതിന് പുറമെയാണിതും. ഓണറേറിയം അടക്കം കഴിഞ്ഞ ബഡ്ജറ്റിൽ നൽകിയത് 24.67 ലക്ഷമാണ്. അതിനു മുമ്പ് 17 ലക്ഷവും. 2023 ജനുവരിയിലാണ് ക്യാബിനറ്റ് റാങ്കിൽ തോമസിനെ നിയമിച്ചത്. ഓണറേറിയം, യാത്രാബദ്ധ അടക്കം 2024 വരെ നൽകിയത് 57.41 ലക്ഷവുമാണ്. 2022 ജനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെ പ്ലീഡർമാർക്ക് ശമ്പള വർധന നൽകിയതോടെ 36 മാസത്തെ കുടിശ്ശിക നൽകാൻ വേണ്ടത് 13.33 കോടി രൂപയാണ്. സ്പെഷ്യൽ പ്ലീഡർമാർക്ക് 2.37 കോടിയും സീനിയർ പ്ലീഡർമാർക്ക് 5.83 കോടിയുമാണ്. പ്ലീഡർമാർക്ക് 5.13 കോടിയുമാണ് ഉള്ളത്. പ്രത്യേക പ്രതിനിധിയായി നിയമിതനായപ്പോൾ ശമ്പളം വേണ്ട, ഓണറേറിയം മതിയെന്നായിരുന്നു KV തോമസിന്റെ നിലപാട്. ശമ്പളമാണെങ്കിൽ മറ്റു പെൻഷൻ കിട്ടില്ല. മുൻ MLA, MP, മുൻ കോളേജ് അധ്യാപകൻ എന്നീ നിലകളിൽ 2 പെൻഷൻ കിട്ടുന്നുണ്ടെന്നും കൂടാതെ അടുത്തിടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും അനുവദിക്കുകയും ചെയ്തു.